വിഷയം. സഹോദരന്മാർ, അത് ഇപ്പോൾ ഈ 2012 പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. പക്ഷെ നമ്മൾ പല ആളുകളും ഈ ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലാണ്. വളരെ അടുത്ത കാലഘട്ടത്തിലായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ 2002ന്റെയും 2000ന്റെയും ആ കാലഘട്ടത്തിൽ ഈ സംഘടനയിലുണ്ടായ ആശയക്കുഴപ്പത്തിന്റെയും അവിടെ നിന്ന് നമ്മുടെ ഹുസൈൻ മടവൂർ സാഹിബിന്റെ കൂടെ പിരിഞ്ഞുപോയ ആളുകളെയും സംബന്ധിച്ചൊന്നും വലിയ കാഴ്ചപ്പാടുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അന്ന് 2002 ഓഗസ്റ്റ് 17-ാം തീയതി പുതിയൊരു സംഘടന ഉണ്ടാക്കി അവർ പോകുമ്പോൾ ആ സംഘടനയ്ക്ക് നിലനിൽപ്പുണ്ടാകാനും സമൂഹത്തിൽ അത് സ്വീകരിക്കപ്പെടാനും ബുദ്ധിജീവികൾക്കിടയിൽ അംഗീകാരം വാങ്ങാനും വേണ്ടി അവർ എടുത്തിട്ട ഒരായുധമാണ് ഇവർ പണ്ഡിതന്മാരെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണ്. ഈ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ, അവർ വെറും അക്ഷരപൂജകരാണ്. ഇതൊക്കെ നമ്മുടെ ജമാഅത്ത് സുഹൃത്തുക്കൾ സാധാരണ സലഫികളെ കുറിച്ച് ആക്ഷേപിക്കുന്ന അതേ കാര്യമാണ്. അത് ഇവരും ഏറ്റെടുത്തു. പ്രഗത്ഭരായ ഷേഖ് ഇബ്നു ബാസ്, ഷേഖ് ഉസൈമീൻ, ഷേഖ് അൽബാനി തുടങ്ങിയിട്ടുള്ള ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാർ മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സേവനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭ പണ്ഡിതന്മാർ, അവരെ കുറിച്ചൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള പ്രതികരണമാണ് ഇവർക്കുള്ളത്. അവരൊക്കെ ചില അക്ഷരങ്ങളിൽ മാത്രം കഴിയുന്നവരും ചില കിതാബുകളിൽ മാത്രം നിൽക്കുന്നവരും ലോകത്തിന്റെ ഇപ്പോഴുള്ള ചുമരെഴുത്ത് വായിക്കാൻ കഴിയാത്ത അന്ധവിശ്വാസികളുമാണ് എന്ന ഒരു പ്രചണ്ഡമായ പ്രചാരണം നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ അവർ അഴിച്ചുവിട്ടു. അതിനൊക്കെ ഒരു ശക്തി ലഭിക്കാൻ വേണ്ടി ഇപ്പോ മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും. അങ്ങനെ ജിന്ന് പ്രവേശിച്ചാൽ അതിന് ഇസ്ലാമികമായ പ്രതിവിധിയുണ്ട്. അത് ഇന്ന കാര്യങ്ങളാണ് അതിന് പരിഹാരം തേടേണ്ടത്. ഇവരുടെ ഒന്നും ഈ പണ്ഡിതന്മാരുടെ ഒന്നും പ്രധാനമായ പ്രചണ്ഡമായ പ്രബോധന മാർഗം അതൊന്നുമല്ല. പക്ഷെ ഒരു വിഷയം വന്നാൽ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ അതിന് പരിഹാരം എന്ത്? അങ്ങനെയൊന്നുണ്ടോ? സിഹറുണ്ടോ? സിഹർ ഫലിക്കുമോ? ജിന്നുവർഗം മനുഷ്യവർഗവുമായി എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെടുന്നത്? അങ്ങനെ മനുഷ്യരുമായി ജിന്നുവർഗം ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് അനുകൂലമായോ പ്രതികൂലമായോ എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുക? അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രംഗങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷാമാർഗം എന്താണ്? ഇതൊക്കെ ഖുർആനിലും സുന്നത്തിലും വളരെ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതും പ്രതിവിധികൾ നിർദ്ദേശിക്കപ്പെട്ടതും പ്രമാണങ്ങളിലൂടെ പരാമർശിക്കപ്പെട്ടതുമായ വിഷയമാണ്. അത് വളരെ മോശമായ നിലയ്ക്ക് ചിത്രീകരിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു വസ്വാസം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ രൂപത്തിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ യാ ഇബാദല്ലാ അയ്യുനി എന്ന് പറഞ്ഞ ഹദീസ്, ഞാനതിന്റെ ചരിത്രം പറയല്ല, ഞാൻ വളരെ സംക്ഷിപ്തമായി ഒരു വിഷയത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ യാ ഇബാദല്ലാ അയ്യുനി എന്ന് പറഞ്ഞ ഒരു ഹദീസ് പരാമർശ വിധേയമായി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ തത്വത്തോട് യോജിക്കുന്ന 2-3 തരത്തിൽ ആ റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് ആ ഹദീസ് സാധാരണ ദുർബലമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഹദീസ് ദുർബലമാണെന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് മരിച്ചുപോയ മൊയ്തീൻ ഷെയ്ഖിനോടും അമ്പർത്ത തങ്ങളോടും ബദരീങ്ങളോടും മറ്റേ പുത്തമ്പള്ളിയിലെ ഷെയ്ഖായ കുഞ്ഞാമദ് മുസ്ലിയാരോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രമാണമായിട്ടാണ് സുന്നികൾ ഈ ഹദീസ് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞു, ഈ ഹദീസ് സഹോദരന്മാരെ തെളിവിന് പറ്റൂല, കാരണം അത് ദുർബലമാണ്, അതിന്റെ സനദ് സഹിയായി വന്നിട്ടില്ല. എന്നാൽ സനദ് സഹീഹാണെന്ന്, അതിന്റെ ആശയം സഹീഹാണെന്ന്, അല്ല അതിന്റെ മത്തിന് പരമ്പര ശരിയാണെന്ന് വന്നാൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള ആശയം ഇത്രയേ ഉള്ളൂ. അത് കേവലം ഹാദിറും ഖാദിറും, നമ്മുടെ സംസാരം കേൾക്കുകയും നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുമുള്ള ഹാദിറുള്ള ജീവനുള്ള വല്ല സൃഷ്ടികളുമുണ്ടെങ്കിൽ ആ സൃഷ്ടികളോടുള്ള ചോദ്യം ഒരിക്കലും ശിർക്കാവുകയില്ല. അത് ശിർക്കെന്ന് പറയാൻ പറ്റുകയില്ല. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ശിർക്കൻ വാദത്തിന് ഒരിക്കലും അത് തെളിവല്ല. ഇങ്ങനെ നമ്മുടെ ആളുകൾ മുഴുവനും വിശദീകരിച്ചു. ഇതിന് ഇനിയിപ്പോ നമ്മുടെ ഈ നിൽക്കുന്ന ആളുകളുടെ ഇടയിലും തെളിവ് ഹാജരാക്കണമെന്നില്ല. നമ്മുടെ അനസ് മുസ്ലിയാറാകട്ടെ, അബ്ദുറഹ്മാൻ സലഫി ആകട്ടെ, അനീഫ ഗായക്കൊടി ആകട്ടെ, ഇന്ന് ഇപ്പോൾ സംഘടനാ രംഗത്ത് സംഘടനാവാദികളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരിൽ മഹാഭൂരിപക്ഷവും അന്ന് പ്രബോധന രംഗത്തും പ്രസംഗവേദികളിലും വളരെ സ്വാധീനമുണ്ടാക്കി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഒറ്റ നിലക്ക് ഈ മടവൂരി സുഹൃത്തുക്കൾ ഉണ്ടാക്കി ഈ ആശയക്കുഴപ്പത്തിന് മറുപടി പറഞ്ഞു. സിഹിർ ബാധിക്കുകയില്ല എന്നാണ് ഇന്നും മടവൂരി പക്ഷക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിഹിർ എന്ന് പറഞ്ഞൊന്നില്ല. സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഖുർആനെതിരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിൽ സംശയിക്കലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചവനാണ് എന്ന് മസ്ഹൂറാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹം മസ്ഹൂർ അല്ല എന്ന് ഖുർആൻ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ അതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി അവരെടുത്തപ്പോൾ എന്താണ് സിഹ്ർ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധാരണ രോഗം ബാധിക്കുന്നത് പോലെ, പനി ബാധിക്കുന്നത് പോലെ, ശരീരവേദന ബാധിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഈ സിഹറും നബിക്ക് ബാധിച്ച സിഹറും നബിക്ക് അള്ളാഹു അവതരിപ്പിക്കുന്ന വഹയും തമ്മിലൊരു ബന്ധവുമില്ല. വഹി സുരക്ഷിതമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഏതെങ്കിലും നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന വഹയിൽ ഒരു കൃത്രിമം ഉണ്ടാക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗവുമായോ അദ്ദേഹത്തിന്റെ സാധാരണ ശാരീരിക അവശതകളുമായോ ബന്ധമുള്ള സംഗതിയില്ല. അതുപോലെ ഒന്നാണ് അദ്ദേഹത്തിന് ബാധിച്ച സിഹർ. അത് വഹയുമായൊരു ബന്ധമില്ല. അതൊക്കെ പണ്ഡിത ലോകം പ്രഗത്ഭരായി മുസ്ലിം ലോകം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾ വിശദീകരിച്ചതാണ്. എന്നാൽ അവരത് പറഞ്ഞ് ആ ഹദീസ് ദുർബലമാണ്, അല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ച് പരമ്പരകളിൽ ദുർബലന്മാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നിരന്തരം വസ്വാസം ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും അതിന് മറുപടി പറഞ്ഞു. സിഹർ ഉള്ളതാണ്, അത് ഹക്കീക്കത്തുള്ളതാണ്, മഹാപാപങ്ങളിൽ എണ്ണിയതാണ്. അതുകൊണ്ട് ആരും സിഹറുമായി ബന്ധപ്പെടാൻ പാടില്ല. ഏതെങ്കിലും ഒരാൾ സിഹർ ചെയ്യുകയോ സിഹറിന് വേണ്ടി ബന്ധപ്പെടുകയോ സിഹർ ഉപയോഗപ്പെടുത്തുകയോ ചെയ്താൽ അത് മഹാപാപങ്ങളിൽ ബന്ധപ്പെടും. ഒരു വലിയ പാപമായിട്ടും കുറ്റമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് സിഹർ സംഭവിക്കും, അത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത് ഏറ്റവും ഒടുവിൽ നമ്മുടെ ജമിയത്തുൽ ഉലമ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ, ജിന്ന് പിശാജ് റുഖിയ ശറയ്യ എന്നൊരു ബുക്ക് ഇറക്കിയപ്പോൾ അതിലും അവർ പറഞ്ഞു സിഹർ ബാധിക്കും. പിന്നെ എവിടെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്ന് സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ആവശ്യവുമില്ലാതെ ഈ മടമൂരികൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപടി അത് എടുത്തു പറയുന്ന ഒരു വലിയ അത്ഭുതം 2011 അവസാനം 2012 ആകുമ്പോഴേക്കും ഉണ്ടായത്. എന്താണ്? ജിന്നിനോടുള്ള സഹായതേട്ടം എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്തിആനത്തും ബിൽ ജിന്ന് ശിർക്കാണ് എന്ന് സമ്മതിക്കണം. മുത്തലഖൻ അത് ശിർക്കല്ലാത്ത ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ജിന്ന് അഭൗതികവും അദൃശ്യവുമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെട്ടു. അത് ഒരിക്കലും പ്രമാണങ്ങൾ കൊണ്ട് തെളിയാത്ത ഒരു കാര്യവാദമാണ്. ജിന്ന് അഭൗതികമാണ്. അഭൗതികമായി മനുഷ്യന് ഉപകാരം ഉപദ്രവം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുന്നുള്ളതാണ് തൗഹീദ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ജിന്നുകൾക്കും അഭൗതികമായി മനുഷ്യനെ സഹായിക്കാൻ സാധിക്കുന്നു എന്ന വിശ്വാസം ശിർക്കിലേക്ക് എത്തിക്കുന്ന വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വാദം അത് സമൂഹത്തിനിടയിൽ ശിർക്കൻ പ്രചാരണത്തിന് സഹായിക്കുന്ന വാദമായി മാറുകയാണ് സഹോദരന്മാരെ ഉണ്ടായത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അനാവശ്യമായ ചർച്ച നമ്മുടെ നാട്ടിൽ സജീവമായി. അങ്ങനെ നമ്മുടെ പ്രബോധകന്മാരും പണ്ഡിതന്മാരും അതിനെ എതിർത്തു. അപ്പോൾ സ്വാഭാവികമായും എതിർപ്പുള്ളവരൊക്കെ ഈ സംഘടനയിൽ നിന്നും ഈ ആദർശത്തിൽ നിന്നും പുറത്തു പോകേണ്ടതാണ്. അവർക്കിതിൽ സീറ്റില്ല. അങ്ങനെ നിരന്തരമായി അത്തരം തെറ്റായ അവരുടെ ഈ വാദത്തെ അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ, ഖതീബുമാരെ, മദ്രസാധ്യാപകന്മാരെ, അറബി കോളേജ് അധ്യാപകന്മാരെ മുഴുവനും സംഘടനയിൽ നിന്ന് പല രൂപത്തിലും പുകച്ച് പുറത്തു ചാടിക്കാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും ഇപ്പോൾ പള്ളികളിൽ പ്രശ്നങ്ങളാണ്, സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉള്ള സമയത്താണ് നമ്മുടെ ഒരു സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. ഓരോ 5 കൊല്ലം കൂടുമ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ സമ്മേളനങ്ങൾ നടക്കുക. ഇതിനിടയ്ക്കൊക്കെ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടക്കും, യുവജന സമ്മേളനം നടക്കും, പല സമ്മേളനങ്ങളും നടക്കും. ഈ വലിയ വലിയ സമ്മേളനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വലിയ സാമ്പത്തിക ചെലവ് വരുന്ന സമ്മേളനങ്ങളായതുകൊണ്ട് പലപ്പോഴും ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതിഥികളെ ക്ഷണിക്കാനും നമ്മുടെ പ്രവർത്തകരും അല്ലാത്ത സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ഏജൻസികളുമായി ബന്ധപ്പെടാനും നാട്ടിൽ നിന്ന് ആളുകൾ വരൽ പതിവാണ്. ഇവിടെ ഏകദേശം കുറ്റിപ്പുറത്തെ സമ്മേളനം മുതൽക്ക്, കുറ്റിപ്പുറത്താവട്ടെ, എറണാകുളം സമ്മേളനമാകട്ടെ, നമ്മുടെ പാലക്കാട് തുടങ്ങിയ എല്ലാ സമ്മേളനങ്ങളും നടന്നു. അതിൽ ചില പ്രധാനപ്പെട്ട മിക്ക സമ്മേളനങ്ങളിലും കുവൈത്തിൽ നിന്ന് അതിഥികൾ പങ്കെടുത്തിട്ടുണ്ട്. സാമ്പത്തികമായ സഹായവും കൊടുത്തിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ ചങ്ങരംകുളത്ത് നടന്ന സമ്മേളനത്തിൽ കുവൈത്തിൽ നിന്ന് ഏകദേശം 50 പ്രവർത്തകന്മാർ, ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകന്മാർ എന്ന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ ഒരു പ്രത്യേക പവലിയൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്ന് സമ്മേളന പ്രചരണം എന്ന നിലയ്ക്ക് കുവൈത്തിൽ വ്യാപകമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മൊമന്റോകൾ ഇറക്കിയിരുന്നു. പലരുടെയും ചുമരുകളിൽ തൂങ്ങുന്ന ക്ലോക്കും, പലരുടെയും അടുക്കളയിൽ ചായ കുടിക്കുന്ന കപ്പും, പലരുടെയും കീശയിൽ കുത്തിയിട്ടുള്ള പെന്നും, അതൊക്കെ ചങ്ങരകുളം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഇറക്കിയ മൊമന്റോസ് ആണ്. ഇന്നും പലരുടെയും ഇടയ്ക്ക് അതുണ്ടാവുന്നതായി മനസ്സിലാക്കുന്നത്. കാറിൽ തൂങ്ങിക്കിടക്കുന്ന പ്രാർത്ഥന, എന്താ പറയാ, ആ കാര്യം വരെ
ആ സ്റ്റിക്കർ വരെ യഥാർത്ഥത്തിൽ അത് സമ്മേളന പ്രചരണത്തിനുണ്ടാക്കിയത്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ സമ്മേളനത്തെയും അതിന്റെ പ്രബോധകന്മാരെയും അതിന്റെ പണ്ഡിതന്മാരെയും അതിന്റെ സംഘടനാ സംവിധാനങ്ങളെയും സ്നേഹിച്ച പാരമ്പര്യമാണ് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിനുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് സമ്മേളന പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്ന ആളുകൾ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അവരങ്ങനെ വന്നു, ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു. വരാൻ വേണ്ടി ആളുകൾ ഇന്ന ആളുകളെ നിശ്ചയിച്ചു. അവർക്ക് വിസ ഉണ്ടാക്കിയവരുടെ ഒന്ന് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ മദനി, MM അക്ബർ, അതേ പ്രകാരം തന്നെ നമ്മുടെ ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന നമ്മുടെ മൊഹീദ്ദീൻ മദനി. ഈ 3 ആളുകൾ അവിടെ വന്നത് നിങ്ങൾക്കൊക്കെ ആ സംഭവം ഓർമ്മ ഉണ്ടാവും. അപ്പോ 2008 ജനുവരി മാസം നടന്ന ആ സമ്മേളനത്തിൽ അവരിവിടെ വന്നു, പല അതിഥികളെയും ക്ഷണിച്ചു, വ്യാപകമായി നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി പിരിവ് കൊടുത്തു. നമ്മുടെ ഇസ്ലാഹി പ്രവർത്തകന്മാർ 15 ലക്ഷത്തോളം ഉറപ്പിക അവരുടെ കാശ് മാത്രമാണ്. ബാക്കിയുള്ള ഇവിടെയുള്ള മറ്റ് ഏജൻസികളിൽ നിന്ന് സാമ്പത്തികമായി നമ്മുടെ പ്രസ്ഥാനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നൽകിയ അവസാനം 55 ലക്ഷം ഉറപ്പിക യഥാർത്ഥത്തിൽ ചങ്ങരംഗ സമ്മേളനത്തിന് കുവൈത്തിൽ നിന്ന് സഹായം പോയിട്ടുണ്ട്. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയൊരു സമ്മേളനം പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോഴും ഈ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തോടും ആ സമ്മേളനത്തിന്റെ നടത്തിപ്പിനോടും വളരെ അനുകൂലമായ ഒരു സമീപനമാണ് ഇസ്ലാഹി സെന്റർ സ്വീകരിച്ചിരുന്നത്. ഒരിക്കലും അതിനെതിരായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമ്മേളനത്തിനൊരു സ്വാഗത സംഘം രൂപീകരിക്കാൻ വേണ്ടി ഇസ്ലാഹി സെന്റർ മുന്നിട്ടിറങ്ങി. ആ സമ്മേളന സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ താരിഖ് അലീസയാണ്. മിക്കവാറും നമ്മുടെ പ്രധാനപ്പെട്ട 3 സമ്മേളനങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു താരിഖ് അലീസ. നമ്മുടെ പ്രസ്ഥാനത്തെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മുടെ സംഘടനയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമ്മുടെ ഇവിടെയുള്ള സമ്മേളന പ്രചരണ യോഗത്തിന്റെ ആദ്യത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആ താരിഖ് അലീസ നമ്മുടെ ചങ്ങരംകുളം സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത താരിഖ് അലീസ കുവൈത്തിൽ നിന്ന് 6ഓളം അതിഥികളാണ് ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിൽ മുഹമ്മദ് ഹമൂദ് നജിദിയുണ്ട്, അതുപോലെ ഇയാത്തുറാസുൽ ഇസ്ലാമി കാറൽ ഹിന്ദിയുടെ റയീസ് ഫറാഹ് മുത്തൈരിയുണ്ട്, അവിടെ തന്നെ അബ്ദുൽ അസീസ് മുഫദ്ദിജുണ്ട്. അങ്ങനെ നമ്മുടെ ഫുർഖാന്റെ എഡിറ്ററായിട്ടുള്ള നമ്മുടെ ദക്തൂർ വായിൽ ഹസാവിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും കുവൈത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സമ്മേളനം വരുമ്പോൾ അതിന് പ്രാഥമികമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു. എന്നാൽ ആ വാർത്ത കൊടുത്തിട്ട് ആ വാർത്ത പോലും നമ്മുടെ വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. താരിഖ് അലീസ പങ്കെടുത്ത കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച സമ്മേളന പ്രചരണം പങ്കെടുപ്പിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് സംഭവം? ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളന പ്രചരണാർത്ഥം ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ സംഘടനയുമായി യാതൊരുവിധ കൂടിയാലോചനയുമില്ലാതെ 4 ആളുകളെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു തികച്ചും ഔദ്യോഗികമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഔദ്യോഗികമാണെന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കാവുന്ന വിധം ഒരു കത്ത്, അത് ഒരു പ്രധാനപ്പെട്ട ആളുകൾ ഒപ്പിട്ടിട്ടും കൂടിയില്ല, ഇമെയിലിലൂടെ വരികയാണ്. അങ്ങനെ 4 ആളുകൾ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ സംഘടനാ പ്രശ്നം അതിരൂക്ഷമായി. പലയിടത്തും തന്റെ ആ ശാഠ്യ ആദർശം അടിച്ചേൽപ്പിക്കാനും അത് അംഗീകരിക്കാത്തവരെ മുഴുവനും സംഘടനാ വിരോധികളായും ആദർശ വിരോധികളായും മുദ്രകുത്തുവാൻ വേണ്ടി കഠിനമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹം ഗൾഫ് നാടുകളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്, സൗദിയിൽ പര്യടനം നടത്തിയിട്ടുണ്ട്, ഖത്തറിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് ഇസ്ലാഹി സെന്ററുകളുടെ പ്രവർത്തനങ്ങളുമായി എന്നും സജീവമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ അവിടെ ചേരിതിരിഞ്ഞു, പരസ്പരം ഭിന്നിപ്പുണ്ടായി, ദയവാരംഗം മുടങ്ങി. അങ്ങനെ ഇസ്ലാഹി സെന്ററിന്റെ മേലെ തന്നെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വകയായി ഒരു കമ്മിറ്റിയെ പ്രതിഷ്ഠിച്ചു. ആ കമ്മിറ്റി മുഖേന അല്ലാതെ ഇനി സംഘടനയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ പലയിടത്തും അദ്ദേഹത്തിൻ്റെതായ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ അതേ ഒരു ചിത്രം ഇവിടെ ശക്തമായി ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കുവൈത്ത് മലയാളികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സ്ഥായീഭാവം നേടിയിട്ടുള്ള, കർമ്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇവിടെയുള്ള മലയാളി സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങിയിട്ടുള്ള കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അനസ് മുസ്ലിയാരുടെയും അബ്ദുറഹ്മാൻ സലഫിയുടെയും സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ കാരണമായേക്കും എന്ന് ഇവിടെയുള്ള സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകന്മാർ കൂടിയാലോചിച്ചു. അവർ പറഞ്ഞു, സംഘടനയുടെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയും അതുപോലെ തന്നെ ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി M മുഹമ്മദ് മദനിയും വളരെ പ്രഗത്ഭരായ സംഘടനാ നേതാക്കന്മാരാണ്, ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്,
സമ്മേളനത്തിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ, അതിഥികൾ ക്ഷണിക്കാൻ പ്രാപ്തരാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ ഇവിടെ ഇസ്ലാഹി പ്രവർത്തകരുണ്ട്, അവർ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ നാട്ടിൽ കാര്യങ്ങളുടെ നിയന്ത്രണം ടി.പി. അബ്ദുൽ കോയ മദനിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എം മുഹമ്മദ് മദനിയുടെ കയ്യിലോ അല്ലാത്തതിനാൽ അവർക്കതിന് പ്രത്യേകിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സംസാരിച്ചു. വരുന്നതിന്റെ അല്ലെങ്കിൽ പരിപാടി നിശ്ചയിച്ചതിന്റെ കുറച്ചു മുമ്പുള്ള ദിവസങ്ങളിൽ അവരുമായി ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഈ സാമ്പത്തിക ആരോപണത്തിന്റെ തുടക്കം ഈ ഫോണിൽ സംസാരിച്ച സമയത്ത്, ടി.പി. അബ്ദുൽ കോയ മദനിയുമായി സംസാരിച്ച സമയത്ത് ഈ സംസാരത്തിന്റെ സാക്ഷികളായി 3-4 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സംസാരത്തിന്റെ സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അവരോട് സംസാരിച്ചു. സാർ, ഇങ്ങനെ ഞങ്ങളൊരു പരിപാടി, പ്രചരണ പരിപാടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം. അപ്പൊ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. ഞാൻ പൊതുവെ കുവൈത്തിലേക്ക് വരാൻ നിശ്ചയിച്ചിരുന്നില്ല. കുവൈത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിയുന്നതും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിൻവാങ്ങാൻ ശ്രമിച്ചു. എന്നെ നിർബന്ധിച്ചാൽ ലിസ്റ്റിലിട്ടതാണ്. അങ്ങനെ ഒരു സംഘടന ആവശ്യപ്പെടുമ്പോൾ പിന്നെ എങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന നിലയ്ക്ക് ഞാൻ അതിൽ അവസാനമായി സമ്മതിച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട് സംസാരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നാൽ ഒരുപാട് ഗുണം സംഘടനക്കുണ്ട്. ചങ്ങരംകുളം സമ്മേളനത്തിന് വേണ്ടി കുവൈത്തിൽ നിന്ന് 55 ലക്ഷം ഉറുപ്പിക കിട്ടിയ ആരൊക്കെയാണ് നമ്മളെ സഹായിച്ചത്, ആ ആളുകളൊക്കെ അതത് സ്ഥാനങ്ങളിൽ ഇപ്പോഴും നമുക്കുണ്ട്. ആ സഹായിച്ച ആളുകളൊക്കെ ഇപ്പോഴും അതേ കസേരയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ സഹായം നമുക്ക് കിട്ടാനും കൂടുതൽ സഹായങ്ങൾ ആവശ്യപ്പെടാനും പറ്റുന്നൊരു സന്ദർഭം ഈ നാട്ടിലുള്ള ഈ സംഘടനാ ആശയക്കുഴപ്പം കൊണ്ട് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾ വരണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ 4 ആളുകൾ വരാൻ വിചാരിച്ചിടത്ത് നിങ്ങൾ 2 ആൾ ഒഴിവാക്കിയാലോ എന്നൊക്കെ അദ്ദേഹം സാധാരണ സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിച്ചു. അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചു. വീണ്ടും മറ്റൊരവസരത്തിൽ കൂടി ടി.പി. അബ്ദുൽ കോയയും അതിന് ബന്ധപ്പെട്ടു. ഇങ്ങനെ ഈ 55 ലക്ഷം ഉറുപ്പിക ചങ്ങരംകുളം സമ്മേളനത്തിന് സഹായം കിട്ടിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ കൂടുതൽ സഹായം കിട്ടാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതാണ്. പിന്നീട് ഇവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളോട് വന്നാൽ അതൊരു ഷൂട്ട് കേസിലാക്കി ഇങ്ങക്കാണ് തരങ്ങളാണ് കൊണ്ടേക്കൊള്ളി നാട്ടിക്ക് എന്ന് നമ്മൾ പറഞ്ഞ മാതിരിയാണ് പിന്നീട് പ്രചരണങ്ങൾ നടത്തിയത്. സഹോദരന്മാർ, അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതായാലും ഒരു സമ്മേളന പ്രചരണം സംഘടിപ്പിച്ചു. അന്ന് നമ്മുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാരോട് നമ്മൾ പറഞ്ഞു, ഒരു ദിവസത്തെ ശമ്പളം എല്ലാവരും കൊടുക്കണം. അപ്പൊ ചില ആൾക്കാർ ആ നിർദ്ദേശത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ്, ഈ രൂപത്തിൽ തൗഹീദിൽ വിശ്വസിക്കുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ പുറത്താക്കുകയും അവരിൽ ശിർക്കാരോപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഘടനാ നേതൃത്വം നടത്തുന്ന സമ്മേളനത്തോട് നമ്മളെങ്ങനെ സഹകരിക്കുക, അതിന് പൈസ കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രതികരണങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിലും സംഘടന ആ കലക്ഷനുമായി അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ചെയ്തു, അതിനുവേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി ആഹ്വാനം ചെയ്തു. പക്ഷെ പിന്നീട് നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ സമ്മേളനത്തിന് സംഭാവന കൊടുക്കുവാനുള്ള പ്രവർത്തകന്മാരുടെ താല്പര്യം കുറഞ്ഞു വന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഒരു പിരിവ് അല്ലെങ്കിൽ സമ്മേളനത്തിന്റെ പ്രവർത്തന ഫണ്ട് എന്ന നിലയ്ക്ക് കുവൈത്തിൽ നിന്ന് ഒരു പിരിവ് സാധ്യമായില്ല എന്നതാണ് ശരി. നമുക്ക് ആളുകളെയും പ്രവർത്തകന്മാരെയും വിഷയത്തിൽ നിർബന്ധിക്കാൻ പറ്റിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കലക്ഷൻ പിന്നെ നടത്താൻ പറ്റിയില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് എന്റെ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ജമാഅത്തായി പുറത്ത് നമ്മൾ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വ്യാപകമായ പിരിവ് നടത്താൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് അവിചാരിതമായി നമ്മുടെ സംഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത നിലക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി ഒരു കൺസൾട്ടേഷനും ഇല്ലാത്ത നിലക്ക് കുവൈത്തിൽ വന്നേ മതിയാകൂ എന്ന വാശി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ 3 സഹോദരന്മാർ ഇവിടെ എത്തി. ഒന്ന്, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന് വളരെയധികം അടുത്ത് ബന്ധമുള്ള എം അക്ബർ, വ്യക്തിപരമായി ഞാനുമായി വളരെയധികം പ്രാസ്ഥാനികമായ നിലക്ക്, പ്രസ്ഥാനത്തിലെ 2 പ്രവർത്തകന്മാർ എന്ന നിലക്ക് ഈ പ്രാസ്ഥാനികമായും അതിന്റെ പ്രവർത്തനങ്ങളുമായി മാത്രം ആ രംഗത്ത് പരിചയപ്പെടുകയും ആ പരിചയം നിലനിർത്തിക്കൊണ്ടുപോരുകയും പ്രസ്ഥാന രംഗത്ത് വളർച്ചയ്ക്കാവശ്യമായ മുഴുവൻ സഹകരണങ്ങളും പരസ്പരം അന്യോന്യം കൈമാറിക്കൊണ്ട്
ഈ കാലം വരെയും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൂരിഷ. അദ്ദേഹവും പിന്നെ അബ്ദുറഹ്മാൻ സലഫിയും ഞാനുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ രണ്ടാളും ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളുകളാണ്. ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരാണ്. പല വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സംഘടനാ വിഷയങ്ങളിലും കൂടിയാലോചിക്കുന്ന ആളുകളാണ്. ആ നിലക്ക് വ്യക്തിപരമായി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ 3 ആളുകളാണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത നിലക്ക്, ഒരറിയിപ്പുമില്ലാത്ത നിലക്ക് ഇവിടെ വന്ന് ചാടിയത്. അതുകൊണ്ട് തന്നെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവരവുമില്ലാതെ ബന്ധപ്പെട്ട ആളുകളെ സ്വീകരിക്കൽ ബുദ്ധിമുട്ടായി. അത് എല്ലാ സംഘടനകളുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നേരെ വന്ന് ബന്ധപ്പെട്ട് ജമിയത്ത് യാത്രാസിൽ ഇസ്ലാമിൽ പോവുകയും നാട്ടിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഇയാത്രാസിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ ഉത്തരവാദപ്പെടുത്തി എന്നവർ കത്തവിടെ കൊടുക്കുകയും സംഘടനാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ അബ്ദുറഹ്മാൻ സലഫിയുടെ വീക്ഷണത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ 15 പേജുള്ള അറബിയിൽ തയ്യാറാക്കിയ ഒരു പ്രമാണം താരിഖ് അൽ-ഈസയെ ഏൽപ്പിക്കുകയും അതൊന്നായി വായിച്ചു നോക്കണം, നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്ത സമയത്താണ് അവരെന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒഴിവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാൽ രാത്രി ഇരിക്കാം, അദ്ദേഹത്തിന് കൂടി ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം താരിഖ് അൽ-ഈസയുടെ ഓഫീസിലെത്തി. അബ്ദുറഹ്മാൻ സലഫിയും ഈ പറഞ്ഞ 2 സഹോദരന്മാരും എത്തി. നമ്മുടെ ദായിമാരുണ്ടായിരുന്നു, നമ്മുടെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു, കുറച്ചു പേരുണ്ടായിരുന്നു. ഈ വിഷയം നന്നായി കുറെ സമയമെടുത്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്തു. അതിൽ ചർച്ചയുടെ തുടക്കത്തിലല്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മുടെ മുഹമ്മദ് ഹമൂദ് നജിദി, അദ്ദേഹം ജമിയത്ത് യാത്രാസിൽ ഇസ്ലാമിയുടെ ഫത്വ ബോർഡ് ചെയർമാനാണ്, പണ്ഡിത സഭയുടെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്, പല ലോകത്തിലുള്ള പല ആളുകളും ബഹുമാനിക്കുന്ന ആളാണ്, ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയാൽ ആരാണ് മുഹമ്മദ് ഹമൂദ് നജിദി എന്ന് അദ്ദേഹത്തിനായിട്ടൊരു സൈറ്റ് ഉണ്ട്, നിങ്ങളായി പോയിട്ട് മനസ്സിലാക്കിയാൽ മതി അദ്ദേഹം എന്ത് പ്രാധാന്യമുള്ള ആളാണ് എന്ന്. ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഞാൻ UAE പോയ സമയത്ത് മുഹമ്മദ് ഹമൂദ് നജിദിയുടെ നിലപാടിനെ അവരൊക്കെ ബഹുമാനിക്കുന്നതായിട്ടാണ് കാണാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടും മതപരമായ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തോടും അദ്ദേഹം കൊടുക്കുന്ന ഫത്വകളോടും അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഷെയ്ഖിന്റെ സാന്നിധ്യം ആ ചർച്ചയിൽ കിട്ടിയത് വലിയ റാഹത്തായി. വിഷയങ്ങളൊക്കെ ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു മുത്തലക്കൻ ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കാണ് എന്ന് പറയാൻ പ്രമാണമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി അവിടെ പറയുകയും സാമാന്യമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ അവിടെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്തിനാണ് ഈ പൊതുജന സമൂഹത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ടുള്ളത്, എന്തിനാണ് സമൂഹത്തിലൊരു ചർച്ചയാക്കിയിട്ടുള്ളത്, നിങ്ങളത് മാറ്റി, അതുകൊണ്ട് എല്ലാവരും ഐക്യത്തോടു കൂടി പോവുക എന്നൊക്കെ ഉപദേശിച്ച് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കുവൈത്തിൽ നിന്ന് അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന അബ്ദുറഹ്മാൻ സലഫി എയർപോർട്ടിൽ വെച്ച് താരിഖ് അൽ-ഈസയെ പോകുന്ന വിവരം അറിയിക്കാൻ വേണ്ടി സലാം പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹത്തോടും നമ്മുടെ താരിഖ് അൽ-ഈസ ഉപദേശിച്ചതിൽ നാട്ടിലെത്തിയ ഉടനെ തന്നെ അതൊന്ന് പരിഹരിക്കാനുള്ള നോക്കണം, എല്ലാവരെയും കൂട്ടിയിരുത്തി ചുറ്റുമിരുന്ന് സൗഹാർദ്ദത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം, നമ്മുടെ ഈ സലഫി പ്രസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഭിന്നിപ്പുകൾ ഒഴിവാക്കണം, അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും, നമ്മുടെ ദൈവത്തിനെ ദോഷമായി ബാധിക്കും. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, അബ്ദുറഹ്മാൻ വിളിച്ചിരുന്നുവെന്നും ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ എന്നോട് പറഞ്ഞു. ആ സമയത്ത് താരിഖ് അൽ-ഈസ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രമാണം എഴുതുന്നുണ്ട്, കത്തെഴുതി നാട്ടിലേക്ക് അറിയിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായി ആ കത്ത് പല യോഗങ്ങളിലും നിങ്ങൾ വായിച്ചു കേട്ടതാണ്. ആ കത്തെഴുതി നാട്ടിലേക്ക് അയച്ചു. സഹോദരന്മാരെ, ഇപ്പോൾ വളരെ വ്യക്തമായി ഞാനും TP അബ്ദുൽ ഖാദിർ മദനി നടത്തുന്ന ഒരു സംഭാഷണത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ നിലയ്ക്ക് സമ്മേളനത്തിന് വേണ്ടി 75 ലക്ഷം ഉറുപ്പിക കുവൈത്തിൽ പിരിച്ചുവെച്ചിട്ട് അത് സംഘടനയെ ഏൽപ്പിക്കാതെ നാട്ടിലിപ്പോൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് കുറേശ്ശെയായി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഷുക്കൂർ സലാഹി, ഞാൻ ആ സഹോദരനെ നേരിട്ട് സംസാരിച്ചൊരു അനുഭവം പോലും എനിക്കില്ല. ആ സഹോദരനുമായി എന്തെങ്കിലും നേരിട്ടൊരു സംസാരം എന്റെ ജീവിതത്തിൽ എപ്പോഴും നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മല്ല. ചിലപ്പോൾ ദൂരത്തിനോടെങ്കിലും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ നെറ്റിലും മറ്റിടത്തൊക്കെ വീഡിയോകളൊക്കെ കാണുന്ന ഒരു പരിചയമല്ലാതെ എനിക്ക് ആ സഹോദരനുമായി ഒരു ബന്ധവുമില്ല. ഇപ്പൊ കഴിഞ്ഞ കടപ്പുറത്ത് സമ്മേളനത്തിൽ വെച്ച് ഇതേ ആരോപണം വളരെ ശക്തമായി അയാൾ ആരോപിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് 25 കൊല്ലത്തോളം എന്റെ അധ്വാനവും എന്റെ ശ്രമവും അതുപോലെ തന്നെ പരിശ്രമവും നമ്മുടെ ഈ ഇസ്ലാഹി പ്രവർത്തകന്മാരുടെ കൂട്ടായ്മയും അവരെല്ലാവരുടെയും സഹകരണത്തോടുകൂടി പ്രസ്ഥാനത്തെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള, അതിന്റെ കൃത്യമായ വിവരമുള്ള അബ്ദുൽ ഖാദിർ മൗലവിയും TP അബ്ദുൽ ഖാദിർ മദനിയും ഇരിക്കുന്ന വേദിയിലാണ് ഈ സഹോദരൻ ഈ ആരോപണം ഉന്നയിച്ചത്. സഹോദരന്മാര്, ഒരു പൈസയും 65 ദീനാറാണ് ആകെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ കെയർ ഓഫിൽ ഈ സമ്മേളനത്തിന് വേണ്ടി പിരിഞ്ഞു കിട്ടിയത്.
ഇയാത്തുറാസുൽ ഇസ്ലാമിയിൽ സമ്മേളനത്തിന്റെ സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഞാൻ കൊടുത്തിട്ടില്ല, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല. സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സംഘടന എന്നോടങ്ങനെ ആവശ്യപ്പെടുകയോ അതിന്റെ കോപ്പി എനിക്ക് തരികയോ ഫോളോ അപ്പ് നടത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. വേറെ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് സമ്മേളനത്തിന് വേണ്ടി സഹായം കിട്ടണമെന്ന് ഞാൻ സമീപിച്ചിട്ടില്ല. അപ്പോ സംഘടനാപരമായി അങ്ങനെ ഒരു സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുവാനുള്ള സാഹചര്യങ്ങളല്ലല്ലോ ഉണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായും സംഘടനാ പ്രശ്നങ്ങളും നല്ല നല്ല ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആളുകളെ മോശക്കാരാക്കി സംഘടനയിൽ നിന്ന് പുകച്ച് പുറത്തിയാടിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമ്മേളനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിപ്പിക്കുന്ന പണിയല്ലല്ലോ നമുക്കൊന്നും. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പൈസയും പിരിഞ്ഞു തന്നില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകന്മാരാരും തന്നില്ല. ഏതോ ചില സുഹൃത്തുക്കൾ നൽകിയ ഒരു 65 ദിനാർ ഇപ്പോഴും നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി കയ്യിലുണ്ട്. 65 ദിനാർ. ഈ 65 ദിനാറാണ് മറ്റേ അറക്കലെ രാജാവ് ആനനത്തുപ്പി എന്ന് പറയുന്ന ഒരു വലിയ ബഹളം നടന്നിട്ട് അവസാനം അയാൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഒരു കറുത്ത വറ്റ് മൂക്കിൽ കൂടെ താഴോട്ട് വീണതാണ് ഈ കറുത്ത ആനയായതെന്നൊരു കഥ ഉണ്ട്. എന്ന മാതിരി 65 ദിനാറാണ് ഇപ്പൊ നാട്ടിൽ 75 ലക്ഷം നിറഞ്ഞു നടക്കുന്നത്. എവിടെയാണ് സഹോദരന്മാരെ ഇങ്ങനെ ഒരു പരിവർത്തത്? ഇത് തികച്ചും അത് പറയുന്ന ആളുകൾക്കും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും ഈ അനസ് മുസ്ലിയാർക്കും ഒക്കെ അറിയാം. അദ്ദേഹം 2 തവണ കുവൈത്തിൽ സന്ദർശനം നടത്തിയ ആളാണ് അനസ് മുസ്ലിയാർ. അദ്ദേഹത്തിനും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ളതാണ്. വ്യക്തിപരമായി തന്നെ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹം എന്റെ നാട്ടിൽ പുളിക്കൽ പോയിട്ട് ഇതേ ആരോപണം നടത്തി. പൈസ ഒക്കെ പിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ ഓരോ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുറേശ്ശെ കൊടുക്കുകയാണ് എന്നുള്ള ഒരു തെറ്റായ ദുഷ്പ്രചരണമാണ്. ഹക്കായി പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആ 75 ലക്ഷം എന്ന് പറയുന്ന ഒരു പിരിവോടെ നടന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാശ് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഒരു സോഴ്സിലും വന്നിട്ടുമില്ല. ഇസ്ലാഹി പ്രവർത്തകന്മാരുടെ കൈവശവുമില്ല. അങ്ങനെ ഒരു കലക്ഷൻ ഇവിടെ നടത്തിയിട്ടില്ല. അത് തികച്ചും സത്യവിരുദ്ധമായ ഒരു പ്രചാരണം മാത്രമാകുന്നു. അങ്ങനെ ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ അതിന് അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളോ പ്രമാണങ്ങളോ ഉണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ തെളിവ്, നിങ്ങളുടെ കയ്യിൽ 75 ലക്ഷം ഉറുപ്പിക നിങ്ങൾ പിരിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ കയ്യിൽ ഇന്നതാണ് തെളിവ് എന്ന് ആ തെളിവ് ഹാജരാക്കി നിങ്ങൾ ആ സംഖ്യ കിട്ടാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടത്. 75 ലക്ഷം ഉറുപ്പിക എനിക്കൊന്നും ചെറിയ സംഖ്യ ഒന്നല്ല, വലിയ സംഖ്യയാണ്. അങ്ങനെ ഒരു സംഘടനയ്ക്ക് അവകാശപ്പെട്ട പണം ആ സംഘടനയ്ക്ക് കൊടുക്കാതെ ദുരുപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ടെങ്കിൽ ഈ തൊള്ളകൊണ്ട് വായാടി പ്രാസംഗികന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ പറയുകയും നിങ്ങൾ പിന്നിൽ നിന്ന് ചിരിച്ച് രസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അത് നമ്മളെല്ലാവരും ചെന്നു നിൽക്കുമെന്നും അവിടെ വെച്ച് ഈ കാര്യത്തിന് നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച വിശ്വാസമുള്ളവരാണ് എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രവർത്തകന്മാർ. മറ്റാരേക്കാളും കൂടുതൽ നല്ല ബോധം ഈ വിഷയത്തിലുള്ളവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യസന്ധമല്ലാത്തതൊന്നും പ്രചരിപ്പിക്കരുത്. സത്യസന്ധമല്ലാത്തതൊന്നും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് താൽക്കാലികമായ നേട്ടമുണ്ടാക്കരുത്. അങ്ങനെ എന്നെ വ്യക്തിപരമായി ഈ ജനങ്ങൾ ഈ 10-25 കൊല്ലത്തെ കുവൈത്ത് ജീവിതത്തിൽ ഇത്തരം എല്ലാ കൈകാര്യങ്ങളിലും എന്നെ അടുത്തറിയാവുന്ന ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ സംഘടനയിലില്ലാത്ത മറ്റ് സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും വ്യക്തിപരമായി എന്നെ അറിയുന്ന ആളുകളുണ്ട്. അവർ പോലും വിശ്വസിക്കൂലത്. 75 ലക്ഷം ഉറുപ്പിക പിരിപ്പിച്ചത് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല. സംഘടനാ സമ്മേളനത്തിന് വേണ്ടി ഒരു പിരിവും കാര്യമായി നടന്നിട്ടുമില്ല, ആരും തന്നിട്ടുമില്ല, പിരിപ്പിച്ചു വെച്ചിട്ടുമില്ല. അത് സത്യസന്ധമല്ലാത്ത ഒരു പ്രചരണം മാത്രമാകുന്നു. അത് തന്നെ പിന്നെ നടത്തി ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നത് നമ്മുടെ ഇസ്ലാഹി പ്രവർത്തനത്തിൽ ഇപ്പോൾ എല്ലാ തൗഹീദിന് വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളും ശുദ്ധീകരിച്ച് വളരെ ശുദ്ധമായ നിലക്കുള്ള ആദർശം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ടി ശബ്ദമിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇത്തരം കളവുകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് എന്നതും ദുഃഖകരമായ അവസ്ഥയാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ പൊരുത്തപ്പെടുക. ഒന്ന്, ആദർശപരമായി ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്കൊക്കെ തകരാറ്, അത് ആ തകരാറിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ ഈ രൂപത്തിൽ ഉള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടാണോ വാസ്തവത്തിൽ ഇങ്ങനെ ആളുകളെ കൂട്ടേണ്ടത്? അതിലൊന്നും ആളുകൾ വരില്ല, ആളുകൾ കുറയുക ചെയ്യുക. അള്ളാഹുവിന്റെ ബർക്കത്ത് അതിൽ നിങ്ങൾക്കുണ്ടാവുകയില്ല. പടച്ചവന്റെ സഹായം ഇത്തരം സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. തികച്ചും പടച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യതയിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, എന്റെ കയ്യിൽ അങ്ങനെ ഒരു പിരിച്ച പണവുമില്ല, ഞാൻ അങ്ങനെ ഒരു പിരിവും നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു 65 ദിനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഒരു ഇന്ത്യൻ പൈസ കൂട്ടിയാൽ ഒരു 10-12,000 ഉറുപ്പിക ഉണ്ടാവും. അത് അങ്ങനെ ഒരു സാഹചര്യം സംഘടന ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം ആ പൈസ ഏൽപ്പിക്കും, അത് ഇവിടെ ഉണ്ടാകും
എന്ന് മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. സഹോദരന്മാരെ, ഇത് ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടി പലയിടത്തും ഒറ്റക്കായും വ്യക്തികളായും സംഘടനകളായും ഒക്കെ ഇങ്ങനെ ഒരു പ്രചരിപ്പിക്കുവാനുള്ള മാർഗം ചില ഏജൻസികൾ നടത്തുന്നത് കൊണ്ട് വസ്തുത നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി എന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആദർശം മനസ്സിലാക്കി ആത്മാർത്ഥമായി എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് പടച്ചവന്റെ ദീൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നാട്ടിലും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അവർ പരിപാടികൾ നടത്തുന്നു, അവര് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെയൊക്കെ ഈ സന്ദേശം ആളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരന്മാരായ സഹപ്രവർത്തകരായ ഇസ്ലാഹി പ്രവർത്തകരോടും ഈ ഇസ്ലാഹി പ്രവർത്തനത്തെ പിന്നിൽ നിന്ന് പിന്തുണക്കുന്ന സഹജനങ്ങളോടും സഹൃദയരോടും എനിക്ക് പറയുവാനുള്ളത്, കാര്യങ്ങൾ നിങ്ങൾ വസ്തുത അവലോകനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ഹക്ക് എന്താണ് എന്ന് കണ്ടെത്തി അതിനെ ശക്തിപ്പെടുത്തുകയും ബാത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി ആ ബാത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചില ഒറ്റപ്പെട്ട പ്രചാരണ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, ദുഷ്കർമ്മങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ. വളരെ ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടി തൗഹീദ് പ്രബോധനത്തിന് വേണ്ടി മുന്നേറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ, നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു.